പ്രൈസ് ലോർഡ് ടു എവരി വൺ. എൻ്റെ ഒരു ബിഗ് ടെക്സ്റ്റ് മണിയാണിത്. 2023 ഡിസംബർ 11 എൻ്റെ അമ്മോട് ജാക്സൺ ബ്രദർ ഒരു ദൂത് പറഞ്ഞു. വിദേശത്ത് പോവും, അവിടെ കമ്പനി പോലെ ഒരു ബിസിനസ് തുടങ്ങും, അതിൻ്റെ MD സ്ഥാനത്ത് ഇരിക്കും, വിദേശത്ത് സെറ്റിലാവും, ഫിനാൻഷ്യൽ ഭയങ്കര ബ്രേക്ക് ത്രൂ ഉണ്ടാവും. 2023 ഡിസംബർ 11 ആ ടൈമിൽ ഞാൻ ദുബായിൽ നിന്ന് വന്ന് നാട്ടിലുള്ളൊരു സമയമായിരുന്നു. ആ ടൈമിൽ ഞാൻ വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു ടൈമിൽ എൻ്റെ അമ്മ ജാക്സൺ ബ്രദറിനെ വിളിച്ച് പ്രെയർ ചെയ്തപ്പം പറഞ്ഞ ദൂതാണിത്. എനിക്ക് ഈ ദൂത് അറിയില്ല, ഇങ്ങനെ ഒരു ദൂത് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഈ റീസെൻ്റായിട്ടാണ് ഞാൻ ഈ ദൂത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും അമ്മയുടെ ബൈബിളിൽ അത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ അത് അവിടെ എഴുതിയിട്ടിട്ടുണ്ടെന്ന് പിന്നീട് എനിക്കത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. അത് ഈ ദൂത് പറഞ്ഞു കഴിഞ്ഞ് ഒരു 8 months കഴിഞ്ഞിട്ടാണ് ഞാൻ ദുബൈയിലേക്ക് വന്നത്. ബട്ട് 8 monthsന് മുന്നേ തന്നെ, ഒരു 1 month മുന്നേ തന്നെ ദൈവം എന്നെ ഓരോ കാര്യങ്ങളിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ഓൺലൈൻ മീറ്റിങ്സ്, ജാക്സൺ ബ്രദറിൻ്റെ ഓൺലൈൻ മീറ്റിങ്സ് എല്ലാം വളരെയധികം ഉണ്ടായിരുന്നു. ആ മീറ്റിങ്സ് എല്ലാം എന്നെ ദൈവത്തോട് കൂടുതൽ കൂടുതൽ ഓരോ റെലത്തിൽ നിന്നും ഓരോ റെലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, ഒരു ബേസ് ആയിട്ട് കിടന്ന എന്നെ ഒരു എന്താ പറയുക, ഓരോ റെലത്തിൽ നിന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ദൈവത്തോട് കൂടുതൽ അടുക്കാനും, ഫസ്റ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ബേസ്മെൻറ്റ് മുതൽ എല്ലാം റെഡിയാക്കി ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റ് തറക്കല്ല് മൂല് ഇട്ട് നമ്മൾ അതിൻ്റെ ബേസ്മെൻറ്റ് ഉണ്ടാക്കുന്ന പോലെ ഓരോ ബേസ്മെൻറ്റും ഓരോന്ന് ശരിയാക്കി ദൈവം എന്നെ പണിതു. ഞാൻ അങ്ങനെ ദൈവത്തോട് കൂടുതൽ സമയം ചെലവഴിക്കും, കൂടുതൽ സമയം എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ക്യാരക്ടർ, അതുപോലെ തന്നെ എൻ്റെ സ്പിരിച്വൽ ലൈഫ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ഞാൻ അതിനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ദൈവം എനിക്ക് കറക്റ്റായിട്ടുള്ള ആലോചനകൾ നമ്മുടെ മീറ്റിങ്സിലൂടെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ദൈവം എൻ്റെ സ്പിരിച്വൽ അല്ലാത്ത എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ദൈവം എല്ലാം ക്രമീകരിച്ചു. ഞാൻ പോലും അറിയാതെ എൻ്റെ ചുറ്റും ഈ ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ബിൽഡായി വന്നു. ബ്രദർ ഓരോ മീറ്റിങ്ങിലും യു ക്യാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ യു ക്യാൻ ബിഗിൻ, ദൈവത്തിൻ്റെ ഗ്രേസ് നിൻ്റെ കൂടെയുണ്ടെന്ന് പറയുമ്പം ആ ഒരു ധൈര്യത്തിൽ, ദൈവം പറഞ്ഞത് എന്തായാലും ചെയ്യണം എന്നുള്ള ധൈര്യത്തിൽ സ്റ്റാർട്ട് ചെയ്തു. ഹസ്ബൻഡ് ആ ടൈമിൽ വേണോ, ഇപ്പം തുടങ്ങണോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടിലും കാര്യങ്ങളൊക്കെ നിന്നതായിരുന്നു. പക്ഷേ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു വി ക്യാൻ സ്റ്റാർട്ട് എന്നുള്ളത് പറഞ്ഞു. ഞാൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി മാത്രം പറഞ്ഞ കാര്യമാണ്. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഈ ലോകം മുഴുവൻ എതിരെ നിന്ന് കഴിഞ്ഞാലും, ആരൊക്കെ നമുക്ക് എഗെയിൻസ്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാലും അത് സംഭവിക്കും. അത് ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അത് നടക്കും എന്നെനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഓരോ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ നടന്നു. പൈസ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ വെച്ചോണ്ടല്ല ഒന്നും ഇറങ്ങിയത്. നമ്മൾ വിചാരിച്ചേക്കാൾ കൂടുതൽ ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ സ്റ്റെപ്പിലും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ബട്ട് ദൈവം അത് ഏറ്റവും ശ്രേഷ്ഠമായി അത് ചെയ്തു. ദുബൈയിൽ ഇവിടെ ഒരു വലിയൊരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. അതുപോലെ ആ ബിസിനസ് എൻ്റെ പേരിൽ തന്നെ ആ ബിസിനസ് ഓൺ ചെയ്യാനും അതിൻ്റെ MD സ്ഥാനത്ത് നമ്മൾ ഇരിക്കാനും ഒക്കെ ദൈവം ഇടയാക്കി. വലിയൊരു മിറാക്കിളാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുകയാണെങ്കിൽ, ഇത് യഹോവയാൽ സംഭവിച്ചു. എനിക്ക്
അറിയില്ല എത്ര ഞാൻ എൻ്റെ കോഴ്സ് 2019 എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇത്രയും ഇയേഴ്സ് ഫസ്റ്റ് ഒരു 1 ഇയർ വർക്ക് ചെയ്തതല്ലാതെ നാട്ടിൽ വർക്ക് ചെയ്തതല്ലാതെ ഇത്രയും ഇയേഴ്സായി ഞാൻ വർക്ക് ചെയ്തിട്ടേ ഇല്ല. അനേകർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും വലിയൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് മരി എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല, കൊച്ചിനെ നോക്കിയിരിക്കുകയാണോ, അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ഒരുപാട് ക്രിറ്റിസിംസ് കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ജോലിക്ക് പോകാനൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മ അടുത്ത് പറയും, അമ്മ ഞാൻ അനേകർക്ക് ജോലി കൊടുക്കാനുള്ള ആളാണ്, ഞാനൊരു ജോലിക്കാരിയാവണ്ട. അന്നേരം ഈ ബിസിനസ് പ്ലാൻസ് ഒന്നും പോണായിട്ടില്ല. ബട്ട് ഐ ബിലീവ് ദാറ്റ്, ഞാൻ അങ്ങനെ വിശ്വസിച്ചു. അതുപോലെ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അങ്ങനെ ദുബൈയിൽ ഞങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഫൈനൽ അപ്രൂവൽ കാര്യങ്ങളെല്ലാം വന്നു. ഞങ്ങളുടെ ഷോപ്പ് ഓപ്പൺ ചെയ്തു. ഫാർമസിയാണ്, ഫാർമസി ഓപ്പൺ ചെയ്തു. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം.